വെൽക്കം ടു മൈ ചാനൽ ട്രാവൽ ആൻഡ് ടെക്സ്റ്റൈൽസ് ബൈ മൃദു. കുറേ നാളായി ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഇട്ടിട്ടല്ലേ. അപ്പോൾ ഈ സമ്മറൊക്കെ അല്ലേ, ചെറുതായിട്ട് അതായത് ലൈറ്റായിട്ടൊരു മേക്കപ്പൊക്കെ ഒന്ന് ചെയ്താലോ എന്ന് വിചാരിച്ച് ആദ്യം തന്നെ റോസ് വാട്ടർ എടുത്തിട്ട് ഫേസ് ഫുള്ള് നല്ല അടിപൊളിയായിട്ട് ക്ലെൻസൻ ചെയ്തെടുത്തു. ഇനി അടുത്തത് ഞാനൊരു സൺ എക്സ്പേർട്ട്, അതായത് ലാക്മിയുടെ 9 to 5 സ്കിൻ പെർഫെക്റ്റ് കളക്ഷൻ സൺ എക്സ്പേർട്ട് സൂപ്പർ മാറ്റ് SPF 50 PA അതാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കയ്യിൽ നന്നായിട്ട് റബ്ബ് ചെയ്ത് ഫേസ് മുഴുവനും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഇവിടെ ബ്രഷോ ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ വലിയ മേക്കപ്പ് ഇടുന്ന ആളൊന്നും അല്ല, അതുകൊണ്ട് ഞാൻ സിമ്പിളായിട്ട് ചെയ്യുന്നത് മാത്രമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അടുത്തത് ഞാൻ ഫേസസ് കാനഡയുടെ പീച്ചസ് ഇൻ ക്രീം ടിൻറ്റഡ് മോയ്സ്ചറൈസർ, അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതൊരു 3 in 1 പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഫൗണ്ടേഷൻ ആയാലും ശരി, ഇത് സെറ്റാക്കാൻ വേണ്ടിയിട്ടും എല്ലാം കൂടെ, അതായത് അണ്ടർ ഐ എല്ലാം ഇത് തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നല്ല ഫിനിഷിങ്ങോടുകൂടി അപ്ലൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്രൊഡക്റ്റാണ് ഈ ഒരു പ്രൊഡക്റ്റ്. അപ്പോൾ ഞാൻ ലൈറ്റായിട്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സമ്മറിൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്ന് ഫേസ് വാഷ് ചെയ്യണമെന്ന് ചിലപ്പോൾ തോന്നിപ്പോയാൽ ലൈറ്റായിട്ടൊന്ന് ഫേസൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും അങ്ങനെ ഒഴുകിപ്പോവില്ല. അധികം മേക്കപ്പ് ചെയ്യാണ്ടിരിക്കണതാണ് നല്ലത് ഈ സമ്മറിൽ. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ചെറുതായിട്ട് ഒരു ഐ പെൻസിൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഐബ്രോസ് ഒന്ന്, എനിക്ക് ഐബ്രോസ് പിന്നെ ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, അപ്പോൾ ജസ്റ്റായിട്ട് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കണമെന്നേ ഉള്ളൂ. ഒരു ഐബ്രോ അവിടെ ഉണ്ടെന്നൊന്ന് കാണിക്കണ്ടേ അതിന് വേണ്ടിയിട്ട്. എന്നിട്ട് ലൈറ്റായിട്ട് ഒരു കോട്ടൺ എടുത്തിട്ട് അതിനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വേണമെങ്കിൽ അതിന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലിപ് ബാമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജെൽ എന്തെങ്കിലും എടുത്തിട്ട് ഒന്ന് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തത് ഞാൻ ബയോട്ടിക്കിൻ്റെ ഒരു പൗഡറാണ് എടുത്തിരിക്കുന്നത്, അതായത് ബേസിൽ ആൻഡ് സാൻഡൽവുഡിൻ്റെ ബയോട്ടിക്കിൻ്റെ അഡ്വാൻസ്ഡ് ആയുർവേദയുടെ ചെറിയ ഒരു ടിൻറ്റ്, നല്ല ലൈറ്റായിട്ടൊരു ടിൻറ്റാണത്. റോസ് മിക്സ് വരുന്ന ഒരു പൗഡറാണത്. റോസ് മിക്സ് അതൊരു ടിൻറ്റ് കളറാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അന്ന് ഒരു സെറ്റായ പോലെ ഒരു ഫീലാണ് ഫേസൊക്കെ. അധികം അങ്ങോട്ട്, അതായത് ഇപ്പോൾ സമ്മർ ആയതുകൊണ്ടാണ് ഞാൻ ഈ പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനുള്ള കാരണം. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഒരു ഐലൈനറോ അല്ലെങ്കിൽ കണ്ണോ എഴുതാം അല്ലേ. അപ്പോൾ ഐലൈനർ ഞാൻ ഇന്ന് എഴുതുന്നില്ല, സാധാരണ ഞാൻ എഴുതുന്നതാണ്, ഇന്ന് എഴുതണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നൈബിയുടെ പ്രൊഡക്ട്സ് എനിക്ക് പൊതുവേ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഐ പെൻസിലാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഞാൻ റെനിയുടെ യൂസ് ചെയ്യാറുണ്ട്, നെയ്ബിയും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ റെനിയുടെ ഇതുപോലെ നല്ലോണം സ്പ്രെഡൊന്നും ആവാണ്ട് നിൽക്കും. ഈ നെയ്ബിയും അധികം സ്മഡ്ജൊന്നും ആവാണ്ടൊക്കെ ഫേസിൽ അങ്ങനെ വൈകുന്നേരം വരെ നിൽക്കുന്ന ഒരു നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇനി ഞാൻ ലിപ്പ് ലൈനറാണ് യൂസ് ചെയ്യുന്നത്. ലിപ്പ് ലൈനർ ഞാൻ എഴുതി കൊടുത്തു. ലിപ്പ് ലൈനർ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, അത് ഞാൻ സാധാരണ ഏതെങ്കിലും ഒരു കളർ എടുത്ത്, അത് കുറച്ച് ലോക്കലായിരിക്കും, മിക്കവാറും ബ്രാൻഡഡ് ഒന്നുമല്ല. ഇനി ഞാൻ ലിപ്പ് ഓറഞ്ച്, അതായത് ഇത് നമ്മുടെ ഡോട്ട് ആൻഡ് കീൻ്റെയാണ്, ഞാൻ അതിന് മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ. അപ്പോൾ അവരുടെ ഒരു ലിപ് ബാമാണ്, അത് നല്ലൊരു അടിപൊളി ലിപ് ബാമാണ്. പിന്നെ ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഹെയർ സ്റ്റൈലും കൂടെ ചെയ്താൽ മതി. അപ്പോൾ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ദയവ് ചെയ്ത് എന്നോട് ചോദിക്കരുത്. എനിക്ക് കിട്ടുന്ന ഷെയ്ഡ് അപ്പം കിട്ടിയതാ ചാതാട്ടോ ഞാൻ ഇടാറുള്ളത്. ചിലപ്പോൾ മാച്ചിങ് നോക്കും, ചിലപ്പോൾ മാച്ചിങ് നോക്കില്ല, അങ്ങനെയാണ്. ഈ ലിപ്സ്റ്റിക് എല്ലാം ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ബ്രാൻഡൊന്നുമില്ല. ചിലപ്പോൾ സ്ട്രീറ്റ് ഫെയർ ആയിരിക്കും, ചിലപ്പോൾ ഫേസസ് കാനഡ ആയിരിക്കും, ചിലപ്പോൾ നെയ്ബി ആയിരിക്കും, അത്രയൊക്കെ തന്നെ. അങ്ങനെ ഞാൻ അധികം മേക്കപ്പ് യൂസ് ചെയ്യുന്ന ആളല്ല. അപ്പോൾ ഞാൻ ഹെയർ എല്ലാം സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ചെയ്യാനുള്ളൊരു കാര്യം, സമ്മറല്ലേ, ഒരു സൺഗ്ലാസും കൂടി ഇരിക്കട്ടെ അല്ലേ. അപ്പോൾ കണ്ണൊക്കെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സൺഗ്ലാസ്സൊക്കെ ഇട്ട് ഇനി നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാം. ഞാൻ തിരിച്ച് വന്നപ്പോഴും എൻ്റെ ഫേസ് ഇങ്ങനെ തന്നെയായിരുന്നു ഇരുന്നത്. വളരെ നീറ്റായിട്ട് ഈ ഒരു മേക്കപ്പ് പ്രൊഡക്ട്സ് കൊണ്ട് നമുക്ക് ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.